തിരുഹൃദയത്തിൻ മുൻപിൽ. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ 26-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. 1 പത്രോസ് 2:24 പറയുന്നത് പോലെ അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. ഈ നോയമ്പിൻ്റെ ഈ ഒരു അവസരത്തിലൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈശോയുടെ തിരുമുറിവും തിരുരക്തവും നമുക്ക് എന്തുമാത്രം പ്രാധാന്യമാണ് നൽകുന്നത്. ഈശോയുടെ തിരുവിലാവിൽ പടയാളി കുന്തം കൊണ്ട് കുത്തിയപ്പോൾ അവിടുന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തം കൊണ്ട് പടയാളിയുടെ ഒരു കണ്ണ് സൗഖ്യപ്പെട്ടതായിട്ട് പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈശോ ഗെത്സമൻ തോട്ടം മുതൽ കുരിശിൽ ഏറുന്നത് വരെ ചിന്തിയ തിരുരക്തം മാനവരാശിയുടെ മുഴുവൻ ആൾക്കാരുടെയും പാപങ്ങൾക്കും രോഗങ്ങൾക്കും വിശ്വാസത്തിനും എല്ലാം ഗെത്സമൻ തോട്ടത്തിൽ ഈശോ ചിന്തിയ രക്തവും ഈശോയുടെ തിരുശിരസ്സിലെ മുൾമുടി ധരിക്കപ്പെട്ടപ്പോൾ ഈശോ അനുഭവിച്ച വേദനയും ആ മുറിവിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരക്തവും എല്ലാം നമ്മളെ നോക്കി ഈശോയുള്ള വിശ്വാസത്തെ ആഴപ്പെടുത്തുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈശോയുടെ തിരുമുറിവും തിരക്തവും ഒക്കെ ഇത്രയേറെ പ്രാധാന്യം നൽകുന്നതാണ്. ഒരു മാനവരാശിക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യ ആയുസ്സിന് മുഴുവനും ധ്യാനിക്കുവാനും മെഡിറ്റേറ്റ് ചെയ്യുവാനും അത് കൂടുതൽ ഉൾക്കൊള്ളുവാനും നമ്മൾ പ്രതിഫലിപ്പിക്കുവാനുമുള്ള ഒരു മനുഷ്യ ആയുസ് മുഴുവൻ ഇരുന്നാൽ പോലും സാധ്യമാകുന്നതല്ല. ഈശോയുടെ താടി രോമം പിഴുതെടുത്തപ്പോൾ ആ ചിന്തിയ ഈശോയുടെ തിരുരക്തവും ഈശോ അനുഭവിച്ച വേദനയുമൊക്കെ നമ്മളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഇത്രയേറെ ആഴമേറിയതാണ്. ഒരു മനുഷ്യൻ്റെ വേദന ഇത്രയേറെ അഗാധമായിട്ട് അനുഭവിക്കുന്ന ഈശോയെ നമുക്ക് ഈ നോയമ്പിലേക്കൊന്ന് ഹൃദയത്തിലേക്ക് കൊണ്ടുവരാം. ചമ്മട്ടി അടിയേറ്റ ഈശോയുടെ തിരുമുറിയിലൂടെ ഒഴുകിയിറങ്ങിയ തിരുരക്തം, ഈശോ കുരിശിൻ്റെ വഴിയിൽ പരിശുദ്ധ മാതാവിനെ കണ്ടപ്പോൾ അനുഭവിച്ച ഹൃദയവേദന, ഇതൊക്കെ ആത്മാർത്ഥമായിട്ടും നമുക്ക് ഈശോയുടെ ആ വേദനയോടുകൂടി നമ്മളൊന്ന് ഉരുകുവാനായിട്ടാണ് നമ്മളെയൊക്കെ ദൈവം നമ്മളോട് ചോദിക്കുക അല്ലെങ്കിൽ പറഞ്ഞു തരിക. കാൽവരിയിലെ യാത്രയിൽ പടയാളികളുടെ പീഡനമേക്കുന്ന ഒരു ഈശോ ഉണ്ടല്ലോ, തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്തപ്പെട്ട് വിവസ്ത്രനായി അപമാനിതനായി നിൽക്കുന്ന ഒരു ഈശോയുണ്ടല്ലോ. അങ്ങനെ ഈശോയുടെ എല്ലാ മേഖലകളിലും തിരുത്തത്തെ ഓർത്ത് നമുക്കൊന്ന് ധ്യാനിക്കാം. ആമേൻ. This is Sweet and Bitter Spiritual Program. Join with us and share to your friends.